വലിയ ബിൽഡിങ്ങില് 8 ഗേറ്റ് ഉണ്ട് സാറേ. ഞങ്ങൾ ആകെ 2 പേരുള്ളത്. ആരൊക്കെയാ വരുന്നത് പോകുന്നതെന്നൊക്കെ ആർക്കറിയാം സാറേ. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സാർ. അന്ന് രാത്രി ഞാൻ വീണ്ടും അവിടെ പോയി. രൂപങ്ങൾ നിഴലായി മറഞ്ഞ ചിത്രങ്ങൾ നെഞ്ചിൽ വിടർന്ന സന്ദേഹം തുടരും പകലിൻ കതിരോളം. എന്താ സുഭാഷ് വണ്ടിക്കകത്ത് ഇത്രയും സെക്യൂരിറ്റികൾ? സാർ ഇത് ഹോട്ട് ബോക്സ് എന്ന് പറയും സാർ. ഒരു അടച്ചിട്ട റൂമിലോ കാറിലോ ഇരുന്ന് ഗ്രൂപ്പായിട്ട് കഞ്ചാവ് അടിച്ച് കിക്കാവുന്ന പരിപാടിയാണ് സാർ. നോർമലായിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി പവർഫുൾ ആണ് സാർ. ഈ ജനറേഷൻ അഡിക്റ്റ് ആയിട്ടുള്ളൊരു പുതിയ ശീലമാണ് സാർ. ആ സ്ഥലം കണ്ടപ്പോ അതിപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി സാർ. ഓൾറെഡി ആ സ്ഥലത്ത് 4 സൂയിസൈഡ് നടന്നിട്ടുണ്ടെന്ന് സാർ പറഞ്ഞില്ലേ നേരത്തെ? അതെ. ആ കേസ് അന്വേഷിച്ചവരോട് ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടും. റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസുമായിട്ട് സാറിനോട് സംസാരിക്കണം. പുതുതായിട്ട് ജോയിൻ ചെയ്താണല്ലേ? പഴയ കേസൊക്കെ എടുത്ത് അലക്കാനാ? മേലുദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നു അതനുസരിക്കുക. സിൻസിയറായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്നോട് ദിവസം വിളിച്ചിട്ട് സൂയിസൈഡ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. പുതിയ വീട്ടിലേ ഉള്ളത്. കളറൊക്കെ ചൂസ് ചെയ്യണം. ഒന്ന് വേഗം വാ. വരാ. സുഭാഷ്, നീ എത്തിയോ? ഇതൊന്ന് സെലക്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ്. നമ്മുടെ റൂമിന് ഏത് കളറാ സെലക്ട് ചെയ്യണ്ടേ? ഇതെല്ലാം എന്നേക്ക് നന്നായിട്ട് നിനക്കല്ലേ അറിയാവുന്ന. നീ സെലക്ട് ചെയ്തു. സ്ട്രിക്ട്ലി യുവർ ചോയ്സ്. നീ സെലക്ട് ചെയ്താൽ മതി. ഇത് ഗ്രേ കളർ ബെഡ്റൂമിന് ചേരുന്നതല്ല. പിന്നെ എന്നോട് ചോദിച്ചേ? നിനക്ക് സെലക്ട് ചെയ്തൂടെ? ഓക്കേടാ, അക്വാ മെറീൻ കളർ തന്നെ സെലക്ട് ചെയ്യാം. ഭാരതി, ആ കളർ കാർഡ് എടുത്തു കൊടുക്ക്. ഈ കളർ അവിടെ. ഓക്കേ മാഡം. ആൻഡ് സോറി. ഈ ഷെയ്ഡ് അവിടെ. ശരി. ഈ 5 വർഷത്തിനുള്ളിൽ 6 ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ക്രൈം നടന്ന സ്ഥലവും സമയവും ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഏതെല്ലാം നമ്പറുകൾ ആക്റ്റീവ് ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ സാർ? സാർ, ലാസ്റ്റ് 5 years ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സാർ. ബട്ട് 2 years ഒക്കെ ഓക്കെ. ഞാൻ ട്രാക്ക് ചെയ്ത് പറയാം സാർ. താങ്ക് യു. ഓക്കെ സാർ. എന്താ സുഭാഷ് ഇതൊക്കെ? ഇത്രയും ക്രൂലാ? സർ, പാർവതിയുടെ കേസിൽ അവളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഇവരെല്ലാം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സർ. പക്ഷേ റിപ്പോർട്ട്സിൽ അത് സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സർ എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് സത്യം എന്ന് മരിച്ചുപോയ പെൺകുട്ടിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കേ അറിയുള്ളൂ. യു ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ സുഭാഷ്. സർ, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. ഞാനത് തീർത്തിട്ട് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ. ഓക്കെ. ഡോക്ടർ, പാർവതിയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഫോർമലായിട്ടൊരു എൻക്വയറിയാണ്. സാറേ, ഞാനൊരു ഗവൺമെന്റ് സർവൻ്റാ. എല്ലാറ്റിനും ഒരു പ്രൊസീജിയറൊക്കെ ഇല്ലേ? ഒരു കാര്യം ചെയ്യ്, രാവിലെ ഹോസ്പിറ്റലിൽ ഒന്നൊന്ന് കാണും പ്ലീസ്. ചെല്ലേ. സോറി. ഹലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. സർ. സർ, എന്താ കാര്യം സർ? സംതിങ് ഇമ്പോർട്ടൻറ്റ്. ജോയിന്റ് കമ്മീഷൻ സാറങ്ങ സാറാ. കുറേ നേരം സംസാരിക്കും സാർ. സർ, സുഭാഷ്. പുതിയ എസ് ഐ, ക്രൈം ബ്രാഞ്ച്. വരട്ടെ ചന്ദ്ര. സാർ.
നമുക്കൊന്നും അറിയണ്ട. സുഭാഷേ സർ. റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസില്ലേ യെസ് സർ, ഫോളോ ചെയ്യുന്നുണ്ട് സർ. ആ ഫയൽസ് എടുത്ത് അകത്തോട്ട് വാ. ഷുവർ സർ. സർ. ഈ കേസിന് വേറെ ടീമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു ചാർജ് തരാം. ഇനി അത് ഫോളോ ചെയ്താൽ മതി. സർ, ഒരു 2 ദിവസം കൂടി കിട്ടിയാൽ ഇത് ക്ലോസ് ചെയ്യായിരുന്നു സർ. ഇത് സൂയിസൈഡാന്ന് റിപ്പോർട്ട് വന്നില്ലേ? ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലൊന്ന് പോയിട്ടോ. അവിടെ എന്തോ ഭീഷണി ഉണ്ടെന്ന്. നാളെ രാവിലെ നേരിട്ട് പോയി അന്വേഷിക്കണം. എന്താ? സർ, ഈ കേസ് ആരാ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലീഡ്സ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. സുഭാഷ്, നിങ്ങൾ IPS പഠിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ എക്സാം എഴുതി പാസ്സായി എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടോ. അപ്പം ഞാൻ അനുസരിക്കാം. ഇപ്പം ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ അനുസരിക്കണം. ഈ സ്റ്റേഷനിൽ നിങ്ങൾ വെറും SI അത് മറക്കണ്ട. പോയിക്കോളൂ. സാർ, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീടാ. വീടിൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ സാർ? മുഴുവൻ നാട്ടുകാരുടെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാ സാർ. ദേ ഇരിക്കുന്ന കണ്ടോ, അങ്ങനെയുടെ ശില്പന്തികളാ. കംപ്ലീറ്റ് മന്ദബുദ്ധികളാ. പക്ഷെ വാചോടിക്ക് ഒരു കുറവില്ല. ആ നേതാവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സ്റ്റേഷന്റെ ഭാഗത്തേക്കൊന്നും ആളെ കാണുന്നില്ലല്ലോ. സാറേ, നേതാവിന്റെ വീട്ടില് 10 ദിവസമായിട്ട് രാത്രി വീട്ടിലേക്ക് വന്ന് മുട്ടയെറിയ, വീട് മൊത്തം നാറുക. എന്നാ എന്തെങ്കിലും അവൻ കണ്ണിപ്പെടാതിരിക്കില്ല. അത് കണ്ടുപിടിച്ച് തരാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞത്? പറയൂ ഗോപി. സാർ, റെഡ് ബിൽഡിങ്ങിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു നമ്പർ 5 പ്രാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട് സാർ. നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തേക്കാം. ഓ, താങ്ക് യു. അല്ല സാറ് മണ്ഡല സെക്രട്ടറി അല്ലേ? ആ, ഞാൻ അണ്ണാനഗർ ക്രൈം ബ്രാഞ്ച് SI ആണ്. റെഡ് ബിൽഡിംഗ് മർഡർ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. ഗോൾഫ് കോർട്ടിലേക്ക് വാ. ബി ഹിയർ 30 minutes. സാർ, നിങ്ങളാരാ? എന്താ വേണ്ടേ? അഭിജിത്ത് വരാൻ പറഞ്ഞു. ഐ എം ക്രൈം ബ്രാഞ്ച് SI സുഭാഷ്. എന്താ കാര്യം? റെഡ് ബിൽഡിംഗ് മർഡർ കേസുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കണം. നീയാണോ കേസ് ഡീൽ ചെയ്യുന്നത്? ഞങ്ങൾ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഓക്കെ ഐ ഗോട്ട് ഇറ്റ്. പണം വേണം നിനക്ക്? 3 നേരം ഭക്ഷണം, സ്വന്തമായൊരു വീട്, കല്യാണം, സെക്സ്, കുട്ടികൾ. ഇതാണ് ഒരു ശരാശരി മനുഷ്യന്റെ സന്തോഷം. എന്നാ ഞങ്ങള് അതിനൊക്കെ മുകളില. ഞങ്ങളുടെ സന്തോഷം കണ്ടു നോക്ക്. എൻജോയ്. ക്യാമറ നോക്കി കരയുമോളെ, അപ്പോഴേ മൂട് വരൂ. അവള് സമ്മതിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തൊട്ടുപോലും നോക്കില്ലായിരുന്നു. അവള് കുതിര ഓടുന്ന കണ്ടില്ലേ? അതാണ് ഇൻട്രസ്റ്റ്. അടുത്ത് നോക്ക്. ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസിച്ച് നോക്കുന്നുണ്ടല്ലോ. എന്താ മൂടായോ നിനക്ക്? നീ ആരോടാ മുട്ടുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആരാ? ഞങ്ങളുടെ അച്ഛൻ ആരെന്നൊക്കെ അറിയോ നിനക്ക്? എന്താടാ, ഈ പണക്കാരുടെ മക്കൾക്കാർക്ക് അവരുടെ അച്ഛനാരാന്ന് അറിയില്ലേ? എപ്പോൾ നോക്കിയാലും അച്ഛനാരാന്ന്. ഒരു കാര്യം ചെയ്യ്, സപ്പോസ് ഈ കേസിൽ നിന്ന് നീ ഊരി വന്ന ഒരു കംപ്ലൈൻറ്റ് ഇതാ, കണ്ടുപിടിച്ചു തരാം. ഇപ്പം മിണ്ടാതെ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോ. എന്തോടാ പറഞ്ഞേ?